ഏയ് സോന, ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ജീവൻ പറഞ്ഞു. അപ്പോഴേക്കും അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞിരുന്നു. സോന, മറന്നതൊക്കെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചതല്ല, കുറ്റബോധത്തോടെ ജീവൻ ചോദിച്ചു. എങ്ങനെ മറക്കാനാണ് ജീവൻ? മറന്നുവെന്ന് അഭിനയിക്കാനല്ലേ പറ്റൂ. ഇതൊന്നും ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. നമുക്കൊരു ചായ കുടിച്ചാലോ സോന? പുറത്തേക്കൊരു തട്ടുകട നോക്കി ജീവൻ ചോദിച്ചു. സോന തലയാട്ടി. ജീവൻ തന്നെ 2 ചായയും വടയും വാങ്ങിക്കൊണ്ട് വന്നു. കാറിലിരുന്ന് അവരത് കഴിച്ചത്. അപ്പോൾ ഇനി എന്താണ് സോനയുടെ പ്ലാൻ? ഇനി കോച്ചിങ്ങിന് പോകുന്നില്ലേ? അവിടേക്ക് പോയാലും എൻ്റെ ഓർമ്മകൾ വല്ലാണ്ട് പിന്നിലേക്ക് പായും. 1-2 ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും നല്ല ജോലി കിട്ടുന്നത് വരെ വീട്ടിൽ തന്നെ കൂടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വിവാഹത്തിനെ പറ്റി? ജീവൻ പ്രതീക്ഷയോട് ചോദിച്ചു. ഇനി ഒരിക്കലും എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ജീവൻ. ഒരിക്കൽ മനസ്സിൻ്റെ സമനില പോലും തെറ്റിയവളല്ലേ ഞാൻ. എന്നെ വിവാഹം കഴിക്കാൻ ഇനി എന്തായാലും അധികമാരും ധൈര്യപ്പെടില്ലെന്നുള്ളത് മാത്രമാണ് ആകെയുള്ള ആശ്വാസം. ആരെങ്കിലും അങ്ങനെ ധൈര്യം കാണിച്ചു മുന്നോട്ട് വന്നാൽ? അവൻ്റെ ചോദ്യം കേട്ട സോന അവനെ തന്നെ ഉറ്റുനോക്കി. സംശയിക്കേണ്ട, ഞാൻ എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ സധൈര്യം മുന്നോട്ട് വന്നാൽ സോനയുടെ പ്രതികരണം എന്തായിരിക്കും? എനിക്ക് കഴിയില്ല ജീവൻ, ദൃഢമായിരുന്നു അവളുടെ മറുപടി. ജീവൻ അങ്ങനെ ഒരു അർത്ഥം വച്ചാണ് എന്നോടിപ്പോൾ ഇടപെടുന്നതെങ്കിൽ ഒരിക്കലും എനിക്ക് കഴിയില്ല. സത്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മനസ്സിൽ ഏതോ തലങ്ങളിൽ ഒരു ചാഞ്ചാട്ടം വന്ന നിമിഷം സത്യയെപ്പോലെ എനിക്ക് ജീവനെ തോന്നിയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ജീവനോട് അടുത്തു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരിക്കലും സത്യം മറന്ന് ആ സ്ഥാനത്തേക്ക് ജീവനെ കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വച്ചാണ് ജീവൻ എന്നോട് ഇടപെടുന്നതെങ്കിൽ ഈ സൗഹൃദം നമുക്ക് ഇവിടെ വച്ച് ഇപ്പോൾ അവസാനിപ്പിക്കാം. സോന അത് പറഞ്ഞപ്പോൾ ജീവന് നേരിയ ഭയം തോന്നിയിരുന്നു. അത്രയ്ക്ക് ഉറച്ചതായിരുന്നു അവളുടെ മറുപടികൾ. ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവന്റെ നോട്ടത്തിലും സംസാരത്തിലും അങ്ങനെ ഒരു രീതി ഒളിഞ്ഞും തെളിഞ്ഞും എനിക്ക് തോന്നിയിരുന്നു. എന്താണെങ്കിലും ജീവനോട് കാര്യം തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. നല്ലൊരു സൗഹൃദമാണ് ജീവനിൽ നിന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരിക്കൽ സത്യയുടെ സ്ഥാനത്തേക്ക് ജീവനെ കാണാൻ എനിക്ക് കഴിയില്ല. ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു ജീവൻ. അതിൻ്റെ പകുതി സ്നേഹം പോലും എൻ്റെ കയ്യിൽ ഇപ്പോൾ തിരിച്ചു തരാനില്ല. വെറുതെ എന്നെ വിവാഹം കഴിച്ചാൽ ജീവന്റെ ജീവിതം പോകുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ സത്യയോടുള്ള സ്നേഹമാണ്. ആ സ്ഥാനം അപഹരിക്കാൻ മറ്റാർക്കും കഴിയില്ല. ജീവനെ ഒരിക്കൽ പോലും സ്നേഹത്തോടെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഞാൻ എങ്ങനെയാണ് ജീവനെ വിവാഹം ചെയ്യുന്നത്? എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്? എൻ്റെ സ്നേഹം മുഴുവൻ ഞാൻ സത്യയ്ക്ക് കൊടുത്തുപോയി. ഒരു തുള്ളി പോലും ജീവന് തരാൻ എൻ്റെ കയ്യിൽ ബാക്കിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ആ സ്ഥാനത്തേക്ക് കാണുന്നത്? സോറി സോന, ജീവൻ പറഞ്ഞു. സോന ഒന്നും സംസാരിച്ചില്ല. തിരിച്ചു പോകാമല്ലേ ജീവൻ ചോദിച്ചപ്പോൾ അവളും മെല്ലെ തലയണക്കി. തിരികെ സോനയെ വീട്ടിലേക്ക് കൊണ്ടുവിടുമ്പോഴും സോന മൗനമായിരുന്നു. കാറിൽ നിന്നും അവൾ ഇറങ്ങി അവനോട് യാത്ര പോലും പറയാതെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് തിരികെ അകത്തേക്ക് പോകാൻ ജീവനും തോന്നിയിരുന്നില്ല. ഇനി ഒരിക്കൽ കൂടി നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല സോന, അവൻ മനസ്സിൽ പറഞ്ഞു. സോന തിരികെ ചെല്ലുമ്പോൾ സോഫി എത്തിയിട്ടുണ്ടായിരുന്നു. സോഫിയെ കണ്ടപ്പോൾ അവൾക്ക് പകുതി സന്തോഷമായിരുന്നു. കാതറിൻ മോളോടൊപ്പം കളിച്ചവൾ കുറെ വിഷമമൊക്കെ മറന്നിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. ആനി ഫോൺ എടുത്തു. ഹലോ ഹലോ, ഞാൻ ജോൺസൺ ആണ്, ജീവന്റെ പപ്പ. മനസ്സിലായി. ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. മോൾക്ക് വേറെ ആലോചന വല്ലതും വന്നായിരുന്നോ? ഇല്ല, ആനി മടിച്ചു പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മോളെ ഇഷ്ടമായിട്ടോ. വിളിച്ചു പറയാൻ കുറേ വൈകി. മോൻ കുറേ തിരക്കുകളിലായിരുന്നു. അവൻ ഇന്നാണ് സമ്മതം പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ജോൺസണോട് എന്ത് മറുപടി പറയണമെന്ന് ആനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മൂത്ത മകളോടും മരുമകനോടും ഒന്ന് ആലോചിച്ച് പറയാം. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് അവർക്ക് തോന്നിയത്. ആയിക്കോട്ടെ. ഫോൺ വെച്ചതും സേറ കാര്യം തിരക്കി. ആരാണമ്മേ? ജീവന്റെ വീട്ടിൽ നിന്നാണ്. പെട്ടെന്ന് സോന മുഖമുയർത്തി നോക്കി. എന്താ അമ്മേ? സേറ ചോദിച്ചു. അവർക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന്. ആനിയുടെ മറുപടി കേട്ട് സോന ശക്തമായി ഞെട്ടി. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? സേറ ചോദിച്ചു. ഞാനെന്തു പറയാനാ? സോഫിയോട് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു വെച്ചു. സോന പെട്ടെന്ന് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു. അവൾ പെട്ടെന്ന് മുറിയിൽ നിന്ന് പോയി ഫോൺ എടുത്ത് ബാഗിൽ നിന്നും ജീവന്റെ നമ്പർ ഡയൽ ചെയ്തു. കുറേ നേരത്തെ ബെല്ലിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത്. ഹലോ. ജീവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സർവ്വശക്തിയും ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ജീവൻ, ഞാനാണ് സോന. പറയടൂ. അവന്റെ ശബ്ദം ആർദ്രമായി. കുറച്ചു മുൻപ് ജീവന്റെ വീട്ടിൽ നിന്നും വിളിച്ചു. ജീവൻ കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു അത്. സോനയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. കുറച്ചു നേരം ജീവൻ മൗനം പാലിച്ചു. അതെ സോന. നിശബ്ദതയെ കീറി മുറിച്ച് അവൻ പറഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞതല്ലേ ജീവൻ? എന്നിട്ടും അവൾ കരച്ചിലിന്റെ വക്കോളം എത്തി.
ഒന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല സോന ഞാൻ സമ്മതം പറഞ്ഞത്. തൻ്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായി അറിയാം. താൻ പറഞ്ഞതുപോലെ ഒരു നല്ല സൗഹൃദം, അതിനപ്പുറം മറ്റൊന്നും ഇപ്പോഴും ഞാനും ആഗ്രഹിക്കുന്നില്ല. തനിക്ക് ചായാൻ ഒരു തോള്, താൻ പറഞ്ഞതുപോലെ തന്നെ കേൾക്കാനുള്ള ഒരാൾ, അതിനപ്പുറം മറ്റൊന്നും ഞാൻ പറയുന്നില്ല. അതിനപ്പുറം മറ്റൊന്നും തൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടാവുന്നത് വരെ ഞാൻ തന്നോട് ആവശ്യപ്പെടില്ല. പക്ഷേ ആദ്യം കണ്ട മാത്രയിൽ തന്നെ എൻ്റെ മനസ്സ് കീഴടക്കിയ പെൺകുട്ടിയാണ് നീ. നിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗ്യമാണ് സോന നിന്നോടൊപ്പമുള്ള ജീവിതം. ജീവൻ തമാശ പറയാണോ? ഒരു ഭ്രാന്തിയായി എന്നെ വിവാഹം കഴിക്കുന്നതാണോ ജീവന്റെ ഭാഗ്യമായി കരുതുന്നത്? അതെ സോന, അത് സോനയ്ക്ക് തന്നെ ഇട്ട പേരാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. സമ്മതമാണെങ്കിൽ നമുക്ക് വിവാഹം പ്രൊസീഡ് ചെയ്യാം. ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സോനയുടെ അമ്മയായിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യില്ല. തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം. പെട്ടെന്നൊരു തീരുമാനം പറയണ്ട. പതുക്കെ വളരെ ആലോചിച്ച് സമ്മതമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ഒരു വാക്ക് കേൾക്കാനായി ഞാൻ കാത്തിരിക്കുകയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഏറ്റവും കൂടുതൽ തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് തൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതിപ്പോൾ. അതിന് ഞാൻ യോഗ്യനാണെന്ന് കരുതിയാൽ സമ്മതിക്കണം. എന്താണെങ്കിലും തനിക്ക് വിവാഹം കഴിക്കേണ്ടി വരും ഒരിക്കൽ. സേറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും. വേറൊരാളേക്കാൾ നല്ലത് ഞാനല്ലേ? ആലോചിച്ച് തീരുമാനിക്ക്. ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ഫോൺ കട്ടായി. സോന എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. മനസ്സിൽ ചിന്തകൾ വടംവലി നടത്തുകയാണ്. ജീവൻ പറഞ്ഞ ഓരോ വാക്കുകളും തന്നെ കുത്തി നോവിക്കുന്നത് പോലെ സോനയ്ക്ക് തോന്നി. സത്യമാണ്, അമ്മയെ തന്നെ ഒരുപാട് വേദനിപ്പിച്ചു. തൻ്റെ വിവാഹം നടക്കുകയാണെങ്കിൽ അമ്മയുടെ മനസ്സിനൊരു സമാധാനമാണ്. മാത്രമല്ല, താൻ ഇങ്ങനെ വിവാഹം കഴിക്കാതെ നിന്നാൽ ജീവൻ പറഞ്ഞതുപോലെ അത് സേറയുടെ ജീവിതത്തെയും വളരെ വലുതായി തന്നെ ബാധിക്കും. കാരണം അവളുടെ ജീവിതം കൂടി നഷ്ടപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് വേദനകൾ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ജീവന്റെ ജീവിതം തുലയ്ക്കാനും തനിക്ക് കഴിയുന്നില്ല. ഒരിക്കലും ജീവനെ സ്നേഹിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഉറപ്പാണ്. എന്നിട്ടും താൻ എങ്ങനെ വിവാഹത്തിന് സമ്മതിക്കുക? തൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം തല്ലിക്കെടുത്താൻ തനിക്ക് കഴിയുമോ? അന്ന് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പള്ളിയിലേക്ക് പോകാൻ സോന തീരുമാനിച്ചിരുന്നു. പള്ളിയിലേക്ക് പോകുമ്പോൾ പപ്പയെ കാണണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ ചിന്ത. അവൾ കല്ലറയുടെ അരികിലേക്ക് ചെന്നു. പപ്പ, എനിക്ക് മനസ്സ് വരുന്നില്ല. അറിഞ്ഞുകൊണ്ട് അയാളുടെ ജീവിതം തകർക്കാൻ എനിക്ക് കഴിയുന്നില്ല. അവൾ കണ്ണുനീരോടെ കല്ലറയുടെ തല ചേർത്ത് പറഞ്ഞു. സാരമില്ല, ഞാൻ എൻ്റെ ജീവിതം തകർക്കാൻ തയ്യാറാണ്. അപ്പോഴാണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് സോന തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ മാറിൽ കൈകൾ രണ്ടും പിണച്ചു കെട്ടി തന്നെ നോക്കി ചിരിയോടെ നിൽക്കുകയാണ് ജീവൻ. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ജീവൻ അവൾക്ക് അരികിലേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു. ശേഷം കല്ലറയിലേക്ക് നോക്കി പറഞ്ഞു, ഹായ്, ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയുടെ മോള് പറയുന്ന കേട്ടില്ലേ? എൻ്റെ ജീവിതം പോകും അത്രേ. അതിന് എനിക്കില്ലാത്ത എന്ത് കുഴപ്പമാണ് പപ്പയുടെ മകൾക്കുള്ളത്? എൻ്റെ ജീവിതം പോയാലും സാരമില്ല. എനിക്ക് പപ്പയുടെ മോളെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമോ? ചിരിയോടെ സോനയുടെ മുഖത്തേക്ക് നോക്കി ജീവൻ പറഞ്ഞു. എന്ത്, സമ്മതമാണെന്നോ? എങ്കിൽ അതൊന്ന് പപ്പ മോളെ പറഞ്ഞു കൊടുക്ക്. പപ്പ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ ഇഷ്ടമായെന്ന്. ഇനി മോൾക്ക് ഇഷ്ടമായാൽ മതി. ജീവൻ അത് പറയുമ്പോൾ സോന അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു. ജീവൻ എന്തറിഞ്ഞിട്ടാണ് ഈ ചാടി പുറപ്പെടുന്നത്? വീട്ടിൽ വിളിച്ച് സമ്മതമാണെന്ന് പറയുന്നു. ഇനി ഞാൻ അമ്മയോട് എന്തു മറുപടി പറയും? അവൾ ജീവനെ തന്നെ നോക്കി. ഒരു പച്ച കുർത്തയും കസവും മുണ്ടുമാണ് ആ വേഷം. ആദ്യമായാണ് ആ വേഷത്തിൽ അയാളെ കാണുന്നത്. അമ്മയോട് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി, എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് മാത്രം. അമ്മയ്ക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും. എനിക്കറിയാം സോന, എന്നെ ഉൾക്കൊള്ളാൻ തനിക്ക് കുറച്ച് സമയം വേണം. സമയം തനിക്ക് എടുക്കാം ആവശ്യത്തിന്. പക്ഷെ തന്നെ മറന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്കിപ്പോൾ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിലൊരു കുഞ്ഞു വാശിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോകുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന്. സോനയായിട്ട് എന്നെ തടസ്സം പറയാതിരുന്നാൽ മതി. അവൾ അവൻ്റെ മറുപടി ഒന്നും പറയാതെ തിരികെ പോയി. വീട്ടിലേക്ക് ചെന്നപ്പോഴും അവളുടെ മനസ്സ് സംഘർഷം നിറഞ്ഞതായിരുന്നു. ജീവനെ കണ്ട് സംസാരിക്കാൻ ആനി തീരുമാനിച്ചിരുന്നു. അന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. കുറേ സമയത്തിന് ശേഷമാണ് ജീവനെ കാണാനായി ആനിക്ക് കഴിഞ്ഞത്. മോനെ, തിരക്കാണോ? അല്ലമ്മേ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്ന് കണ്ടേനെ. ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടിയത് എന്തിനാ? സ്നേഹപൂർവ്വം ജീവൻ തിരക്കി. ഇന്നലെ മോൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അവർക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷെ ജീവൻ എല്ലാം അറിഞ്ഞിട്ടും അങ്ങനെ സംഭവിച്ചുവെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തറിഞ്ഞു എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്? അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്നോ? അവളുടെ മനസ്സിൻ്റെ താളമൊന്ന് തെറ്റിയതാണെന്നൊക്കെ ജീവൻ അറിയാമല്ലോ. എന്നിട്ടും ജീവൻ എങ്ങനെയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നും സോനയെ വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണങ്ങളായി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പ്രണയമുണ്ടായിരുന്നത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മനസ്സിൻ്റെ താളം തെറ്റിയത് ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ടാണല്ലോ അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. അതും അവളുടെ ഒരു നല്ല സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞതും.
അമ്മയോട് ആദ്യം സംസാരിച്ചിട്ട് വീട്ടിൽ പറഞ്ഞാൽ മതിയെന്ന് തന്നെയാണ് വിചാരിച്ചത്. ഒരുപക്ഷെ സോനയെപ്പോലെ അമ്മയും സമ്മതിച്ചില്ലെങ്കിലോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പ്രൊസീഡ് ചെയ്യാമെന്ന് കരുതിയത്. അവളുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ വീട്ടിലെല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. ജീവന്റെ ചിന്തകളായിരിക്കില്ല എല്ലാവർക്കും. അങ്ങനെയൊന്നും കരുതണ്ട. എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. അത് വേണ്ട മോനെ. അത് പിന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ എല്ലാം പതുക്കെ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഉടനെ തന്നെ, വിവാഹത്തിന് മുൻപ് തന്നെ. എങ്കിലും മോനെ, അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എൻ്റെ കൈകളിൽ സോന സുരക്ഷിതയായിരിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. ആ ഉറപ്പ് എനിക്കുണ്ട് ജീവൻ. പക്ഷേ അത് മാത്രം മതി. മറ്റൊന്നും ആലോചിക്കേണ്ട. പിന്നെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യം സോനയോട് പറയണ്ട. ചിലപ്പോൾ അതൊരു കാരണമാക്കി അയാൾ വിവാഹത്തിന് സമ്മതിക്കാതെ വരും. ഇത്രമാത്രം റിസ്ക് എടുക്കാനും മാത്രം എന്താ മോനെ ഈ വിവാഹത്തിൽ കാണുന്നത്? അറിയാതെ ആര് ചോദിച്ചു പോയി. എനിക്കറിയില്ല അമ്മേ. ആദ്യം കണ്ടപ്പോൾ ഒരുപാട് തന്നെ എനിക്ക് സോനയെ ഇഷ്ടമായി. അമ്മ ചോദിച്ച ചോദ്യം 100 തവണ ഞാൻ എൻ്റെ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ സോന വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊരു വിവാഹം പോലും ഉണ്ടാകില്ലെന്ന് വരും. അത്രമാത്രം ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ സോനയും നിങ്ങളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആന് നന്ദിയോടെ അവനെ ഒന്ന് നോക്കി അതിനുശേഷമാണ് ഇറങ്ങിയത്. തിരികെ വന്നതും അവർ സോഫിയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയിപ്പോ അവളെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. എങ്കിലും ജീവന്റെ വീട്ടുകാരറിയാതെ അമ്മയ്ക്ക് എന്താണ്? അങ്ങനെ എല്ലാരെയും അറിയിക്കാൻ മാത്രം എന്ത് അസുഖമാണ് അവൾക്കുള്ളത്? ജീവൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. അവനെല്ലാം അറിയാമല്ലോ. മറ്റുള്ളവരുടെ മുൻപിൽ അവൾ ഒരു പരിഹാസപാത്രമാവുന്നത് എന്തിനാ? അമ്മ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ജീവൻ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഫോൺ വെച്ചതും സോഫി ക്രിസ്റ്റിയെ വിളിച്ചു. സന്തോഷം പങ്കുവച്ചു. ശേഷം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. എന്താ താൻ ജീവനോട് മറുപടി പറയുന്നത്? തനിക്ക് മുൻപിൽ അവൻ വെച്ച് നീട്ടുന്നത് ഒരു ജീവിതമല്ല, പഴയ സോനയിലേക്ക് ഒരു മടക്കമാണ്. ഭൂതകാലത്തെ മറന്ന് പുതിയൊരു ജീവിതം. അതാണ് അവൻ പറയുന്നത്. പക്ഷെ അതിന് തനിക്ക് സാധിക്കുമോ? ഒരുപക്ഷെ ജീവനെ ഉൾക്കൊള്ളാൻ തനിക്ക് സാധിച്ചില്ലെങ്കിൽ നഷ്ടമാവുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കൂടിയാണ്. സോന. സോഫിയയുടെ ശബ്ദം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ചേച്ചി എപ്പോൾ വന്നു? വന്നേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത് വിശേഷം? ജീവന്റെ കാര്യം. അവളുടെ മുഖത്തെ സന്തോഷം മായുന്നത് സോഫി കണ്ടു. എല്ലാം അറിഞ്ഞിട്ടും ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? എന്തറിഞ്ഞിട്ട്? സോനയ്ക്ക് പെട്ടെന്ന് മറുപടി ഉണ്ടായില്ല. നീ ഒരാളെ സ്നേഹിച്ചു പോയി. അവൻ മരിച്ചുപോയി. അവൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വിവാഹം നടത്തി തന്നേനെ. ഇപ്പൊ അവൻ ജീവനോടെ ഇല്ല. മരിച്ചുപോയത് നിന്റെ കാമുകനാണ്, ഭർത്താവല്ല. അങ്ങനെ വിധവവേഷം കെട്ടി വേറെ വിവാഹം വേണ്ടെന്ന് വെക്കാൻ. സോഫി പറഞ്ഞപ്പോൾ സോന കരഞ്ഞുപോയി. മോളെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞതല്ല. നിന്റെ ജീവിതത്തിൽ അമ്മ എടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റിപ്പോവില്ലെന്ന് തന്നെയാണ് മോളെ എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, അത് തന്നെയാണ് സത്യം. നിനക്ക് വേണ്ടി അമ്മ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചത് തന്നെയായിരിക്കും. ഒരു മകൾക്ക് നൽകാൻ കഴിയുന്ന മികച്ച സമ്മാനം തിരഞ്ഞെടുക്കാൻ അവളുടെ അമ്മയേക്കാൾ വലുതായി ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് അവളുടെ ജീവിതത്തിലെ കാര്യമാകുമ്പോൾ ഏറ്റവും മികച്ചത് തന്നെ തിരഞ്ഞെടുക്കാൻ ഏതൊരമ്മയും തീരുമാനിക്കും. നമ്മൾ ചില കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരിഷ്ടം തോന്നും. ആദ്യം കാണുമ്പോൾ ഒരു ആകർഷകത്വം തോന്നും. പക്ഷെ അത് നമ്മൾ സ്വന്തമാക്കി കഴിയുമ്പോൾ ആ ഭ്രമവും ആകർഷണവും ഒക്കെ എവിടെയോ പോയി മറയും. പക്ഷേ മറ്റു ചില കളിപ്പാട്ടങ്ങളുണ്ട്. കാഴ്ചയിൽ നമ്മൾക്ക് വലിയ ഇഷ്ടം തോന്നില്ല. പക്ഷെ സ്വന്തമാക്കിയതിനു ശേഷം അതിനോട് നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധമായിരിക്കും. അതുകൊണ്ട് അമ്മയുടെ തീരുമാനം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ ആലോചിക്ക്. എന്ത് സന്തോഷത്തോടെയാണ് അമ്മ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നറിയോ? നീ നല്ലൊരു തീരുമാനമെടുത്താൽ അമ്മയ്ക്ക് സന്തോഷമാകും. സോഫി മുറി വിട്ടിറങ്ങി. അന്ന് രാത്രിയിൽ ഉറക്കം കണ്ണുകളെ തഴുകിയില്ല. ജീവൻ. അയാളെപ്പറ്റി തനിക്ക് ഒന്നും അറിയില്ല. 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. സംസാരത്തിൽ മാന്യനാണ്. തന്നോട് ആ മാന്യത പുലർത്തി തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. എല്ലാം അറിഞ്ഞിട്ടും ക്ഷമിക്കാനുള്ള മനസ്സ് അയാൾക്കുണ്ട്. പക്ഷെ എല്ലാം മനസ്സിലാക്കി അയാൾ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചയാളെ എല്ലാം മറന്ന് പൂർണ്ണമായി സ്നേഹിക്കാൻ തനിക്ക് കഴിയുമോ? മനസ്സിൽ വടംവലി മുറുകുകയാണ്. മനസ്സിലെ ചിന്തകൾ കാഠിന്യമേറിയപ്പോൾ അവൾ മുറിയിൽ നിന്നും ഇറങ്ങി ബൈബിൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ബൈബിൾ തുറന്നൊരു വാചകം നോക്കാനായിരുന്നു പണ്ട് മുതലേ ഉള്ള ശീലമാണ്. എന്തെങ്കിലും മനസ്സിൽ തനിക്ക് തീരുമാനമെടുക്കാതെ വരുമ്പോൾ അത് കർത്താവിന് വിട്ടുകൊടുക്കും. ഈശോയുടെ തീരുമാനം എന്താണെങ്കിലും താനത് സ്വീകരിക്കും. പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. എന്തിനാ, സത്യയുടെ കാര്യത്തിൽ പോലും അങ്ങനെയാണ് തീരുമാനമെടുത്തത്. അക്ഷരങ്ങളിൽ കുസൃതി ഒളിപ്പിച്ച് അവൻ തന്നോട് സംസാരിച്ചപ്പോൾ താൻ ചെയ്യുന്നത് ശരിയാണോ എന്നറിയാൻ ആദ്യമായി നോക്കിയതും ബൈബിളായിരുന്നു. അന്ന് കിട്ടിയ വചനം ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരിക്കൽ കൂടി സോന ബൈബിളിലേക്ക് കണ്ണുകൾ താഴ്ത്തി.
അവൾ ബൈബിൾ എടുത്ത് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരു തീരുമാനമെടുക്കാൻ അവിടെ നിന്നും എന്നെ സഹായിക്കണമേ. കണ്ണുകൾ അടച്ചു തുറന്നവൾ വചനത്തിൽ നോക്കി. വിവേകമുള്ള മകൻ അച്ഛന്റെ ഉപദേശം സ്വീകരിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന സകല പ്രതീക്ഷകളെയും ആ ഒറ്റ വചനം തകർത്ത് കളഞ്ഞിരുന്നു. അച്ഛന്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്തും അമ്മയുടെ ആഗ്രഹം തന്നെയായിരിക്കും. ഈ വിവാഹത്തിന് താൻ സമ്മതിക്കണമെന്ന് തന്നെയാണ് കർത്താവ് പറയാതെ പറയുന്നത്. ഇനി എൻ്റെ ജീവിതം കർത്താവിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. അത്രയും മാത്രം പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നുകൊണ്ട് എടുത്ത ജപമാല ചൊല്ലാൻ തുടങ്ങി. ജപമാല ചൊല്ലി എപ്പോഴും ഉറങ്ങിപ്പോയി. അവിടെ തന്നെ ഇരുന്നാണ് ഉറങ്ങിയത്. രാവിലെ അമ്മയാണ് തട്ടി വിളിച്ചത്. നീ ഇന്നലെ ഇവിടെ ഇരിക്കുകയായിരുന്നു. മനസ്സ് വല്ലാതെ വേദനിച്ചപ്പോൾ കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് കരുതി അവൾ മുറിയിലേക്ക് നടന്നു. വിറയാർന്ന കൈകളോടെ അവൾ മുറിയിലേക്ക് ചെന്ന് ജീവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കാത്തിരുന്ന പോലെ ഒറ്റ ബെല്ലിൽ ഫോൺ എടുക്കപ്പെട്ടു. ഹലോ സോന. പരിചിതമായ ശബ്ദം ചെവിയിലേക്ക് വന്നപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അവൾ കുഴങ്ങി. ശേഷം അവൾ വിറയാർന്ന ശബ്ദത്തിൽ തിരിച്ച് ഹലോ പറഞ്ഞു. ജീവൻ, ഞാൻ ആലോചിച്ചു, തീരുമാനവും എടുത്തു. എന്താണ് സോന, പറയൂ. എനിക്ക് സമ്മതമാണ്. പക്ഷെ എനിക്ക് എത്രത്തോളം ജീവനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ജീവൻ പറഞ്ഞ പോലെ എനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ ചേർത്ത് പിടിക്കാനുള്ള ഒരാളായി ജീവനെ കാണാൻ എനിക്ക് കഴിയും. ഒരാളെ ജീവന തുല്യം സ്നേഹിച്ചവളാണ് ഞാൻ. ആ സ്നേഹം കൊണ്ട് മുറിവേറ്റവൾ. അതോടൊപ്പം തന്നെ മനസ്സിന്റെ സമനില പോലും നഷ്ടപ്പെട്ടു പോയവൾ. എന്നെ സ്നേഹിക്കാൻ ജീവൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ എൻ്റെ മുന്നിലേക്ക് ജീവൻ വച്ചു നീട്ടുന്നത് പുതിയൊരു ജീവിതമാണ്. എനിക്കറിയാം ആ ജീവിതത്തോട് എത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ മനസ്സിലാക്കാൻ മറ്റാരെക്കാളും നന്നായി ജീവന് സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. എൻ്റെ മനസ്സ് കണ്ട് എൻ്റെ എല്ലാ പ്രയാസങ്ങളും മനസ്സിലാക്കി എന്നെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ജീവനോടൊപ്പം ഒരു ജീവിതത്തിന് ഞാൻ തയ്യാറാണ്. പക്ഷെ എല്ലാ അർത്ഥത്തിലും ജീവന്റെ ഭാര്യയാവണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം. അതൊരിക്കലും പഴയ കാലങ്ങളിലെ സത്യം മറക്കാനല്ല, ജീവനെ ഉൾക്കൊള്ളാനാണ്. ആ കാലങ്ങളൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും ആയില്ല. പക്ഷേ ജീവനെ ഉൾക്കൊള്ളാൻ ആത്മാർത്ഥമായി ശ്രമിക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ജീവന്റെ ജീവിതം വെച്ച് ഇങ്ങനെയൊരു റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് പണ്ട് മുതലേ റിസ്ക് എടുക്കാനാണ് സോന താല്പര്യം. ഏതാണെങ്കിലും തനിക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെങ്കിൽ വീട്ടിൽ സമ്മതമാണെന്ന് പറഞ്ഞോളൂ. ആ ഒരു നിമിഷം ജീവൻ വല്ലാതെ സന്തോഷിച്ചു. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നതിനാൽ അവൻ ഹോസ്പിറ്റലിലായിരുന്നു. ഫോൺ വെച്ചതും ജീവൻ നേരെ ചെന്നത് പൂജയുടെ ക്യാബിനിലേക്കാണ്. അവിടെ അഭയ ഉണ്ടായിരുന്നു. എന്താടാ മുഖത്ത് ഭയങ്കര സന്തോഷം? അഭയ ഉത്സാഹത്തോട് ചോദിച്ചു. അവളെ വിവാഹത്തിന് സമ്മതിച്ചു. ആര്? അഭയ വിശ്വാസം വരാതെ ചോദിച്ചു. സോന. അഭയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് തന്നെ മാഞ്ഞു. കൺഗ്രാറ്റ്സ്. വരുത്തി വെച്ചൊരു ചിരിയോടെ അഭയ് പറഞ്ഞു. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി. വളരെ ഹാപ്പി ന്യൂസ് ആണല്ലോ ജീവ ഇത്. പൂജ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്കൊരു സർജറി ഉണ്ട്, ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാ. ഉത്സാഹത്തോടെ ജീവൻ പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു സമയങ്ങൾക്ക് ശേഷം അഭയ് തിരികെ വന്നു. അവന്റെ സന്തോഷം കണ്ടില്ലേ? നല്ല സന്തോഷത്തിലാണല്ലേ? അഭയോട് പൂജ ചോദിച്ചു. ആ സന്തോഷം എന്നും നിലനിന്നാ മതി. അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങി. ശേഷം ഫോൺ എടുത്ത് കാതോട് ചേർത്തു. അവരുടെ വിവാഹം ഉറപ്പിച്ചു. ഒന്നും പറയാതെ മറുവശത്ത് ഫോൺ കട്ടായി. അഭയ് വീണ്ടും ചിന്തകളിലേക്ക് പോയി. പിന്നീട് രണ്ട് വീട്ടുകാരും ഒരുമിച്ച് വിവാഹം ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാത്തിനും ഒന്ന് നിന്നുകൊടുക്കുക മാത്രമേ സോന ചെയ്തിരുന്നുള്ളൂ. ഇടയ്ക്ക് ജീവൻ വിളിക്കുമെങ്കിലും അവൾ ആ കോളുകൾ പരമാവധി ചുരുക്കി ചുരുക്കി സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പിറ്റേന്ന് ജീവന് ഹോസ്പിറ്റൽ അഡ്രസ്സിൽ ഒരു കൊറിയർ വന്നു. അത് പൊട്ടിച്ചപ്പോൾ അതിൽ സോനയുടെയും സത്യയുടെയും കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. സോനയുടെ തോളിൽ കൈയിട്ട് അവളെ ചേർന്ന് നിൽക്കുന്ന സത്യ. ഒരുമിച്ചുള്ള കുറേ ഫോട്ടോസ് പലതും മോർഫ് ചെയ്തതാണ്. ഒപ്പം ഒരു കത്തും. പ്രിയപ്പെട്ട ഡോക്ടർ, ഒരുത്തൻ്റെ കൂടെ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ ഒരുത്തൻ്റെ എച്ചിലായ ഒരു പെണ്ണിനെ മാത്രമേ ഡോക്ടർ ജീവന് വിവാഹം കഴിക്കാൻ കിട്ടിയുള്ളൂ. കഷ്ടം തന്നെ ഡോക്ടർ. ജീവന്റെ ചെന്നിക്ക് നിന്നും വിയർപ്പ് പൊടിഞ്ഞു. തുടരും. അടുത്ത ഭാഗത്തിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.